വരണ്ട സർ. എന്റെ ഭാര്യയെ ജീവിതകാലം മുഴുവനും അപ്പച്ചി എന്ന് വിളിക്കാനുള്ള ഭാഗ്യം അളകനന്ദയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ജ്യോത്സ്യരെ, ഞങ്ങൾക്ക് വേറെ ധാരാളം ജ്യോത്സ്യന്മാരുണ്ട്. എന്നിട്ടും ഞാൻ നിങ്ങളെ തന്നെ വിളിക്കാൻ കാരണമെന്താണെന്ന് മനസ്സിലായോ? നിങ്ങൾ മുഹൂർത്തം കുറിച്ചാൽ എന്റെ അമ്മായിപ്പനത് കൂടുതൽ ഇഷ്ടമാകും. അത്രയ്ക്ക് നല്ലൊരു മുഹൂർത്തം തന്നെ കുറിച്ചോളൂ. പെൺകുട്ടിയുടെ ജാതക പ്രകാരം ബദ്രി ക്ഷേത്രം പുനഃപ്രാരംഭോത്സവ നാൾ വൈശാഖ ശുദ്ധ ഷഷ്ടി ദിവസം മംഗളമായ മുഹൂർത്തമുണ്ട്. എന്നാൽ ആ മുഹൂർത്തം നിങ്ങളുടെ അമ്മായി അച്ഛന് ഇഷ്ടാവൂല. അതെന്താ? ആ മുഹൂർത്തത്തിന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം നടന്നത്. അതൊന്നും സാരമില്ല. എന്റെ കല്യാണം നടന്ന മുഹൂർത്തത്തിൽ തന്നെ അളകനന്ദയുടെ കല്യാണവും നടക്കുന്നതിൽ എന്റെ അച്ഛൻ ശരിക്കും സന്തോഷിക്കുകയുള്ളൂ. അതേ മുഹൂർത്തം ഫൈനൽ ചെയ്തോളൂ. എന്റെ മകൻ എത്ര മിടുക്കനാണെന്ന് അറിയോ അച്ഛാ? എന്റെ മനസ്സിലുള്ള ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടി അളകനന്ദയുടെ മനസ്സിലുള്ള ആ ബദ്രിയെ കൊന്നു കളഞ്ഞു ഇവൻ. ബനാറസിൽ പോയി സ്വർണ്ണ നൂലുകൾ കൊണ്ട് ഓരോ ഡിസൈൻസും ചെയ്യിച്ച് 1 കോടി രൂപ കൊടുത്ത് വാങ്ങിയ സാരിയാണച്ചാ. എന്റെ മരുമകളുടെ മനസ്സ് മാറ്റി നിശ്ചയദാർഢ്യത്തിന് വിളിച്ചുകൊണ്ട് വാ. എല്ലാവരും എതിർത്തിട്ടും അതൊന്നും കേൾക്കാതെ നീ ഇവന്റെ കൂടെ ഇറങ്ങിപ്പോയ അന്ന് നിന്നെ കൊന്നുകളയാ ഞാൻ എന്റെ മോനോട് പറഞ്ഞതാ. പക്ഷെ നിന്റെ ഏട്ടൻ എന്താ ചെയ്തേന്നറിയോ? എന്റെ അനിയത്തിയുടെ സന്തോഷമാണ്, അതാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് അന്ന് എന്നെ തടഞ്ഞു അവൻ. അത്ര വലിയ മനസ്സുള്ള നിന്റെ ഏട്ടന്റെ മോളുടെ മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ട് ഈ വിവാഹ നിശ്ചയം നടത്തണോടി നിനക്ക്? മനുഷ്യത്വമുണ്ടോടി നിനക്ക്? എന്റെ കഴുത്തിൽ ജീവനുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മേ, അമ്മേ. നിന്റെ കഴുത്തിൽ ജീവനുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ടാ കഴുത്തങ്ങ് കട്ട് ചെയ്തത്. ജ്യോത്സ്യരെ, മുഹൂർത്തം എന്റെ അമ്മായിപ്പിന് വളരെ ഇഷ്ടമായിട്ടുണ്ട്. ഫിക്സ്. തല കുനിച്ചു നിന്ന ചെയ്ത തെറ്റുകൾക്കുള്ള പരിഹാരമാകുമോ? തല കുനിച്ച് നിൽക്കുന്നത് കൊണ്ട് മാത്രം തെറ്റ് ചെയ്തെന്ന് കരുതരുത്. അവൻ എപ്പോഴും ഈ സന്നിധിയിൽ തല കുനിച്ച്. വേണ്ട, നിർത്ത. ഭഗവാനെ പോലും ഇഷ്ടമല്ലാത്ത ആ പെണ്ണ് ബദ്രീനാഥിൽ വന്നിട്ട് ഭഗവാനെ പോലും മറന്നിട്ട് ഇവൻ അവളുടെ പിന്നാലെ നടന്നെങ്കിൽ അത് പ്രേമല്ലെന്നാണോ പറയുന്നത്? ക്ഷേത്രം അടയ്ക്കുന്നതിന് മുമ്പ് അവര് വന്ന ആ പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോ ഗുരുവിന്റെ മുമ്പിൽ വെച്ച് അളകനന്ദ അളകനന്ദ എന്ന് വിളിച്ചു കൂവിയെങ്കിൽ പ്രേമമില്ലാഞ്ഞിട്ടാണോ? അത് പ്രേമിച്ചു എന്നുള്ളത് സത്യമാണ്. ഇങ്ങനെ തല കുലിച്ച് നിൽക്കുന്നതും അതുകൊണ്ടാണ്. ഈ ഗുരു ചെയ്ത തെറ്റെന്താണെന്ന് അറിയോ? നിന്റെ ജാതിയും മതവും ഒന്നും നോക്കാതെ നിനക്ക് വേദോപദേശം തന്നിട്ട് എത്രയോ ശിഷ്യന്മാരുണ്ടായിട്ടും അവർക്കൊന്നും നൽകാതെ ഈ തട്ടശിലയുടെ സ്ഥാനം നിന്നെ ഏൽപ്പിക്കാൻ ആഗ്രഹിച്ചതാണ്. ഇവൻ എന്ത് ശിക്ഷയാണ് ഗുരു നൽകേണ്ടത്? ഞാനിതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഗുരുജി, എന്നെ വിശ്വസിക്കും. വേണ്ട മോനെ, ബദ്രി നിന്നെ എല്ലാം പഠിപ്പിച്ച ഗുരു കള്ളം പറയാൻ പഠിപ്പിച്ചോന്ന് ചോദിക്കടാ മോനെ. ബദ്രി ഗുരുജി, ആ ബദ്രീനാഥിനെ തൊട്ട് സത്യം ചെയ്ത് പറയുക, ഇതുവരെ ഞാൻ ഒരു പെണ്ണിനെയും പ്രേമിച്ചിട്ടില്ല, ഇനി ഒരിക്കലും പ്രേമിക്കുകയില്ല. അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും അങ്ങേ ധിക്കരിച്ചുകൊണ്ട് ഇതുവരെ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. എന്നെ വിശ്വസിക്കണം. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ആ വിശ്വാസം നീ നിലനിർത്തണം. കല്ലും മുള്ളും ഒക്കെ ഉണ്ട്, സൂക്ഷിച്ച് നടക്കണം. കുഴിയിലെങ്ങാനും വീണ നിന്റെ അച്ഛന് തന്നെ ആവും ചെലവ്. ഇങ്ങനെ ഇനി എത്ര ദൂരം നടക്കണം? നോക്ക്, ആ കാണുന്നതാണ് പേട്ടാശ്രമം. വളരെ അടുത്താന്ന് പറഞ്ഞിട്ട് ഇത് കൊറേ മല കേറിയല്ലോ.
ആയിയെ സാബ്. ചുക്കേ, പേട്ടേന്ന് 2 പശുക്കളും ഒരു കിടാവും വന്നിട്ടുണ്ട്. എന്താണ് പറയുന്നത്? പശുക്കൾ എവിടെ? അത് പശുക്കൾ സാധു ജീവിയാണല്ലോ, അത് പാല് തരിയല്ലാതെ കടിക്കാറുണ്ടോ? അതുപോലെ പേട്ട അതുപോലെയാണ്. അതാ ഉദ്ദേശിച്ചത്. സൂപ്പർ, സൂപ്പർ. ഓക്കെ ഓക്കെ. അയ്യോ എന്റെ അമ്മോ, എന്താടാ ഇത്? ഒന്ന് നിർത്തോ. छोटा मोटा बेटा 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 से आ गया 25 साल से एक पिंड बोली नहीं आ गया इपड़ा आ गया बेटा बेटा അതെ, ഫ്രീ ഫ്രീ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട് ഇയാളെ കണ്ടിട്ട് സന്യാസിയാണെന്ന് തോന്നുന്നില്ല. പിടിച്ചു പറിക്കാരനെ പോലുണ്ട്. 10 ലക്ഷം രൂപയുടെ സ്വർണ്ണം ഉണ്ട്. എനിക്ക് പേടിയാവുന്നു. ഈ പറഞ്ഞ എമൗണ്ട് അവൻ ഇങ്ങനെ ആവർത്തിച്ച് പറയണമെങ്കിൽ നിന്റെ ഡൗട്ട് കറക്റ്റ് ആണെന്നാ തോന്നുന്നു. ഫീലിംഗ്സ്, പ്രേമം, സ്വാർത്ഥം, കോപം, ദയ, ദേഷ്യം, അഹം, ഭയം, പണം, ആഭരണങ്ങൾ എല്ലാം നിങ്ങളെ പോലുള്ള സാധാരണക്കാർക്കുള്ളതാണ്. മരണത്തെ സൈഡ് ട്രാക്കിലൂടെ വിട്ട് 500 വർഷങ്ങളായി ജീവിച്ചിരിക്കുന്ന എന്നെ പോലുള്ള ഒരാൾക്കുള്ളതല്ല. 500 വർഷം? ഇത് കണ്ടോ? ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എന്നെ മീറ്റ് ചെയ്യാൻ വന്നപ്പോ തന്ന മാലയാണ്. ഇതിന്റെ വില മാർക്കറ്റിൽ 50 ലക്ഷം വരും. പണയം വെച്ചാൽ 40 ലക്ഷം കിട്ടും. എടുത്തോളൂ, പോയിക്കോളൂ. പക്ഷെ ഞാൻ എങ്ങനെ 500 വർഷം ജീവിച്ചു എന്ന് മാത്രം ചോദിക്കരുത്. ചോദിക്കുന്നതിൽ എന്താ ഇത്ര തെറ്റ്? പേട്ടക്കാരെല്ലാം പരസ്പരം അറിയേണ്ടതല്ലേ? നീ സൂപ്പറാണ്. അല്ല സ്വാമി, നിങ്ങളെ കണ്ട ഒരു 60 വയസ്സ് കഴിഞ്ഞെന്നേ തോന്നു. 500 വർഷമൊക്കെ ജീവിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സാറേ, കണ്ട പ്ലാറ്റ്ഫോമിൽ കമ്പിളി വിൽക്കാൻ നിൽക്കുന്ന ആളെ പോലെ തോന്നുമെങ്കിലും അങ്ങനെ വിചാരിക്കല്ലേ. അല്ല, 500 വർഷം എന്നൊക്കെ നിങ്ങൾ പേട്ട, ഞാൻ പേട്ട, ഇവര് പേട്ട, പറഞ്ഞുറക്കണ പൊട്ട. ഓക്കെ, വാ പേട്ടക്കാർക്കെല്ലാം അകത്തോട്ട് പോവാ. എനിക്കെന്തോ ഒരു പേടി പോലെ. പേടിക്കണം, ഞാനില്ല. ഇതാ അങ്ങോട്ട് നോക്ക്. ഗാന്ധിജിയുടെ കൂടെ നിൽക്കുന്നത്, മദർ തെരേസയുടെ കൂടെ നിൽക്കുന്നത്, നെഹ്റുവിന്റെ കൂടെ നിൽക്കുന്നത്. ഇതിലെന്തോ അത്ഭുതം, ഞാൻ മമ്മൂട്ടിയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ. ഇത് മാത്രമല്ല, ഗാന്ധി കുഞ്ഞിന്റെ കൂടെ ഉള്ളത്, തെരേസ കുഞ്ഞിന്റെ കൂടെ ഉള്ളത്, നെഹ്റു കുഞ്ഞിന്റെ കൂടെ ഉള്ളത്. അദ്ദേഹം ബുദ്ധനെ വരെ എടുത്തിട്ടുണ്ട്. അന്ന് ഫോട്ടോഗ്രാഫി ഇല്ലാത്തതുകൊണ്ടാണ് ഫോട്ടോ എടുക്കാൻ പറ്റാഞ്ഞത്. നിങ്ങൾ സൂപ്പറാ സ്വാമി, സൂപ്പർ സൂപ്പർ. 500 വർഷം നിങ്ങൾ ജീവിച്ചെന്ന് പറഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. ഇപ്പൊ ഇതൊക്കെ കണ്ടപ്പോ വിശ്വാസമായല്ലേ? ഇത് കേട്ടിട്ട് നിങ്ങൾ ഇത്ര അത്ഭുതപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ ഗുരു 2000 ഇയേഴ്സ് ആയിട്ട് ജീവിച്ചിരിക്കുക. അപ്പൊ അതോ 2000 ഇയേഴ്സാ? ഒരു മനുഷ്യൻ 2000 വർഷങ്ങളാ? എന്താ, വൃക്ഷങ്ങൾക്ക് ജീവിക്കാം, മലകൾക്ക് ജീവിക്കാം, മനുഷ്യന് പിന്നെന്താ ജീവിച്ചാൽ? അദ്ദേഹം മാത്രമല്ല, ഞാനും ജീവിക്കും. ഓ, ഈ അദ്ദേഹം എവിടെയാ? ബാറ്റിംഗ് ബാബ 2000 years. സ്വാമി, അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റുമോ? കാണുക മാത്രമല്ല, നിങ്ങൾക്ക് 2000 വർഷം ജീവിക്കാനുള്ള അനുഗ്രഹം തരും. അച്ഛാ, നമുക്കെന്നാ വേഗം പോയി കാണാം. ഒരുപാട് ആവശ്യം കാണിക്കല്. ഇവര് ചിലപ്പോ കാശ് ചോദിച്ചിടയും. അവിടെയും പേട്ടക്കാർക്കെല്ലാം ഫ്രീയാ. അച്ഛാ, ഫ്രീ ആണ് അച്ഛാ, നമുക്ക് പോകാം അച്ഛാ. ഫ്രീ ആണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. മതി, ഇനി മൂന്നിടത്ത് ബാലൻസ് ഞാൻ കുടിച്ചോളാം. പ്ലീസ്. താങ്ക്സ്.
എന്തിനാടി ചെലക്കുന്നത്? ഇവളെ കൊല്ലണമായിരുന്നെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ എന്നെ അപമാനിച്ചപ്പോൾ എനിക്കത് ചെയ്യാമായിരുന്നു. അന്ന് ഞാൻ ക്ഷമിച്ചതാ. ഇവൻ എന്റെ മോൻ കെട്ടിക്കഴിഞ്ഞ ഇവൾ പട്ടിയെ പോലെ ഇവിടെ കിടക്കും. വാടാ. ഭദ്രേ, നിനക്ക് സുഖമാണോ? ഭദ്രേ, നിനക്ക് സുഖമാണോ? എന്റെ മുത്തശ്ശനെ അവർ കൊന്നുകളഞ്ഞു. എന്നെ നിർബന്ധിച്ച് വിവാഹ നിശ്ചയം നടത്തിയിരിക്കുക. നീ ജീവനോടെ ഉണ്ടെന്നുള്ളത് എന്റെ ഏക ധൈര്യം. ജ്യോതി ദർശനം ചെയ്തു കഴിഞ്ഞു ഞാൻ സ്നേഹിക്കുന്ന ആളെ എനിക്ക് കിട്ടുമെന്ന് നീ പറഞ്ഞില്ലേ? ആ വിശ്വാസം കൊണ്ട് മാത്രം ഞാൻ ജീവിച്ചിരിക്കുന്നത്. മനസ്സിലൊരു സമാധാനവും ഇല്ല. നിനക്ക് കഴിയുമെങ്കിൽ കുറച്ചു നേരത്തെ വന്ന് എന്നെ കൊണ്ടുപോകണം പ്ലീസ്. പ്രേമത്തിന്റെ പേരിൽ ക്ഷേത്രാചാരങ്ങൾ മറന്ന നിങ്ങളുടെ ശിഷ്യൻ ഇനി ബദ്രീനാഥിൽ കാലൂത്താൻ പാടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. ആര്? ടെമ്പിൾ ട്രസ്റ്റ് ആൻഡ് ഉത്തരാഖണ്ഡ് എൻഡോൺമെന്റ് സർ. അപമാനിക്കപ്പെട്ട എന്റെ ശിഷ്യന് കാലുകുത്താൻ അവകാശമില്ലാത്ത ഈ ബദ്രി ക്ഷേത്രത്തിൽ ഞാനും ഇനി വരില്ലെന്ന് എന്ന് പറഞ്ഞേക്കും. എന്നെ ധിക്കരിച്ച് അവൻ വരില്ല. അവനെ വിട്ടിട്ട് ഞാനും വരില്ല. ആ 6 മാസം ഈ മഹാക്ഷേത്രം മഞ്ഞിൽ മൂടിക്കിടക്കും. തിരിച്ച് 6 മാസം കഴിഞ്ഞ് ക്ഷേത്രവാതിലുകൾ തുറക്കുമ്പോ ആ അഖണ്ഡ ജ്യോതി അതുപോലെ തന്നെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവും.